എന്താണ് മൂത്രം? എങ്ങനെയാണ് വാട്ടർ ടാപ്പ് തുറന്നുവിടുന്നതുപോലെ ഇത് തുറന്നുവിടാൻ കഴിയുന്നത്? നമ്മുടെ ശരീരം തുടർച്ചയായി സ്വയം അതിനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയാണ് മൂത്രം. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട 2 അവയവങ്ങളാണ് വൃക്കകൾ. എന്താണ് ഇവരുടെ പണി? നമ്മുടെ ബ്ലഡ് ഫിൽട്ടർ ചെയ്യുക, അതായത് എക്സ്ട്രാ വരുന്ന വെള്ളം, സാൾട്ട്, മറ്റ് അനാവശ്യ വസ്തുക്കൾ ഇവയൊക്കെ ഫിൽട്ടർ ചെയ്ത് മാറ്റുക. ഇങ്ങനെ ഉണ്ടാകുന്ന വേസ്റ്റാണ് മൂത്രം. ഈ മൂത്രം കിഡ്നിയിൽ നിന്നും യൂറിറ്റേഴ്സ് വഴി മൂത്രം ശേഖരിക്കുന്ന ടാങ്കിലേക്ക് എത്തുന്നു. ഈ ടാങ്കിനെ ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രാശയം എന്ന് പറയുന്നു. ഈ ബ്ലാഡർ ഒരു ബലൂൺ പോലെയാണ്. മൂത്രം വന്ന് നിറയുമ്പോൾ ഇത് സ്ട്രെച്ച് ചെയ്ത് വലുതാകാൻ തുടങ്ങുന്നു. ഇനി ഈ വന്നു നിറയുന്ന മൂത്രം ലീക്കാകാതെ നിൽക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബ്ലാഡറിനു താഴെയായി യുറീത്രൽ സ്ഫിങ്ക്റ്റർ എന്നൊരു മസിലുണ്ട്. ഇത് ഒരു വാട്ടർ ടാപ്പ് പോലെയാണ്. അതായത് നമ്മൾ മൂത്രമൊഴിക്കാത്ത സമയങ്ങളിൽ ഈ ഭാഗം ഇത്തരത്തിൽ അടഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് ബ്ലാഡറിൽ നിന്നും മൂത്രം പുറത്തേക്ക് വരില്ല. നമ്മുടെ ബ്ലാഡറിൽ 150 മുതൽ 200 മില്ലി ലിറ്റർ മൂത്രം വന്ന് നിറയുമ്പോൾ ബ്ലാഡർ ബ്രെയിനിനോട് പറയും, ഹേയ്, വേഗം ബാത്റൂമിലേക്ക് വിട്ടോ, ഒഴിക്കാൻ സമയമായി. അങ്ങനെ നിങ്ങൾ മൂത്രമൊഴിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ബ്രെയിൻ യുറീത്രൽ സ്ഫിങ്ക്റ്ററിനോട് റിലാക്സ് ചെയ്ത് മൂത്രം തുറന്നുവിടാൻ പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ആഹാ, ആശ്വാസം. ഇനി നിങ്ങൾ മൂത്രമൊഴിക്കാതെ പിടിച്ചു നിന്നാൽ എന്ത് സംഭവിക്കും? മൂത്രം നിറഞ്ഞ് ബ്ലാഡർ പൊട്ടുമോ? അത് അടുത്ത വീഡിയോയിൽ പറയാം. സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ 3D എക്സ്പ്ലനേഷന് വേണ്ടി കൂടെ കൂടിക്കോ.